അമേരിക്കൻ ഐക്യനാടുകളുടെ സാമ്പത്തിക ചരിത്രത്തിൽ വിപ്ലവകരവും എന്നാൽ ചർച്ചാ വിഷയവുമായ ഒരു മാറ്റത്തിന് US ട്രഷറി വകുപ്പ് തുടക്കമിടുന്നു. പുതുതായി അച്ചടിക്കുന്ന US പേപ്പർ കറൻസികൾ ഇനി മുതൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പ് പതിപ്പിക്കാൻ തീരുമാനമായി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിറ്റിംഗ് പ്രസിഡന്റിന്റെ ഒപ്പ് കറൻസി നോട്ടുകളിൽ ഇടം പിടിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250ാം വാർഷികാഘോഷങ്ങളോടെ അനുബന്ധിച്ചാണ് ട്രഷറി വകുപ്പ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഈ ചരിത്രപരമായ നാഴികക്കല്ലിനെ അടയാളപ്പെടുത്താൻ ഇതിലും മികച്ച മറ്റൊരു മാർഗമില്ലെന്നാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ഇതോടെ 165 വർഷം പഴക്കമുള്ള ഫെഡറൽ കറൻസി നിയമങ്ങളും കീഴ്വഴക്കങ്ങളുമാണ് തിരുത്തപ്പെടുന്നത്. സാധാരണഗതിയിൽ US ട്രഷറി സെക്രട്ടറിയുടെയും ട്രഷറിയുടെയും ഒപ്പുകളാണ് നോട്ടുകളിൽ പതിപ്പിക്കാറുള്ളത്. എന്നാൽ ട്രംപ് ഭരണകൂടം ഈ പതിവ് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ നീക്കം അമേരിക്കൻ ഡോളറിന്റെ ആഗോള സ്വീകാര്യതയും പ്രതിച്ഛായയും എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകൾ സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. USലെ പേപ്പർ കറൻസികൾ അച്ചടിക്കുന്ന ചുമതലയുള്ള ബ്യൂറോ ഓഫ് എൻഗ്രേവിംഗ് ആൻഡ് പ്രിന്റിംഗ് ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കി. ജൂൺ മാസത്തിൽ പുറത്തിറങ്ങുന്ന $100 ബില്ലുകളിലായിരിക്കും ട്രംപിന്റെ ഒപ്പ് ആദ്യമായി പ്രത്യക്ഷപ്പെടുക. കറൻസി വിപണിയിലെ ഏറ്റവും മൂല്യമുള്ള നോട്ടുകളിൽ തന്നെ ഈ മാറ്റം തുടങ്ങുന്നു എന്നത് ശ്രദ്ധേയമാണ്. പ്രസിഡന്റിന്റെ ഒപ്പിനൊപ്പം US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ ഒപ്പും നോട്ടിലുണ്ടാകും. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെയും കരുത്തിന്റെയും പ്രതീകമായാണ് ഇതിനെ കാണുന്നതെന്ന് സ്കോട്ട് ബെസന്റ് ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കയെ വീണ്ടും ഉന്നതിയിലെത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കൻ നാണയങ്ങൾ നിർമ്മിക്കുന്ന US മിന്റും ഈ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കും.